സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇപ്പോൾ നമ്മൾ അടുത്ത് മലേഷ്യയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി വളരെ കുറച്ച് ഔട്ട്ഫിറ്റ്സ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതും വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് തട്ടിക്കൂട്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എടുത്തു കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ 4 ദിവസം ഉള്ള ഔട്ട്ഫിറ്റ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായിരുന്നു. സുഖമായിട്ട് ഇറങ്ങി നടക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ മേക്കപ്പിനെ കുറിച്ച് പറയട്ടെ. നമ്മൾക്ക് ഈ ട്രാവൽ ചെയ്യണ സമയത്ത് ഈ മേക്കപ്പ് ഒരു വലിയ പ്രശ്നമാണ്. എല്ലാത്തിനും നല്ല വെയിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ പോവാണ്, അപ്പോൾ ലിമിറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ മേക്കപ്പ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ സ്റ്റേസിൻ്റെ ലവ് ട്രയാങ്കിൾ 3-in-1 ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3-in-1 ലിപ്സ്റ്റിക്കാണ്, പേര് പറയണ പോലെ തന്നെ. അതായത് ഇവിടെ ഒരു ഷെയ്ഡ്, ഇവിടെ ഒരു ഷെയ്ഡ്, നടുവിൽ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വേറൊരു ഷെയ്ഡായിട്ട് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ജസ്റ്റ് ഈ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ലാസ്റ്റിങ്ങും ഭയങ്കര സൂപ്പർബാണ്. നല്ലോണം ലാസ്റ്റിങ് 12 hours ലാസ്റ്റ് ചെയ്യണതാണ്. ഒട്ടും ഇത് മാഞ്ഞു പോവില്ല. പിന്നെ 100% ട്രാൻസ്ഫർ പ്രൂഫാണ്. ഒട്ടും തന്നെ ട്രാൻസ്ഫർ ആവില്ല എന്നുള്ളതാണ്. നല്ല കംഫർട്ടബിളാണ്, നല്ല മാറ്റ് ഫിനിഷും ആണ് കേട്ടോ. ഇതിലിപ്പോൾ 5 ഷെയ്ഡ്സ് ഉണ്ട്. റെഡ്സ് ഉണ്ട്, പിങ്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വൈൻ ഷെയ്ഡ് ഉണ്ട്, ഒരു റോസി ബ്രൗൺ ഉണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ബ്രിക്ക് പിങ്ക് ആണ് കേട്ടോ. നല്ല സൂപ്പർബായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ പിങ്ക് ഷെയ്ഡും ഉണ്ട്, ബ്രൗണും ഉണ്ട്. മിക്സായി വരുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് മിക്കവാറും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ഒരെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് 3 ഷെയ്ഡ് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. 3 മാത്രമല്ല കേട്ടോ, അതിൽ കൂടുതൽ ഷെയ്ഡ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഒരെണ്ണം കൂട്ടും ഒരെണ്ണം കുറയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡായിട്ടുണ്ടാവും. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ സ്കാർലെറ്റ് വിസ്പർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ റെഡ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂഡും ഉണ്ട്, ന്യൂഡ് പിങ്കും ഉണ്ട്. അതും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അടുത്തത് കാരമൽ റോസ് ആണ്. ഇത് നോക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടുള്ള 2 ന്യൂഡ്സ് ആണ്. മിക്സ് ചെയ്ത് വരുമ്പോഴും ഗോർജിയസ് ആണ് കേട്ടോ. അടുത്തത് ന്യൂഡ് ഓർക്കിഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഒരു നല്ല രസമായിട്ടുള്ളൊരു വൈൻ ഷെയ്ഡ് ഉണ്ട്. പേർപ്പിളി വൈൻ ഷെയ്ഡും ന്യൂഡും കൂടിയിട്ടുള്ള മിക്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അടുത്തത് 5 ടോഫിൾ ബ്ലഷ് ആണ് കേട്ടോ. ഇതും നല്ല രസമായിട്ടുള്ള ന്യൂഡ് ഷെയ്ഡാണ്. ഇടാനും വളരെ സുഖമായിട്ട് നമുക്ക് ലിപ്സ് നന്നായിട്ട് കവർ ചെയ്യുന്ന തരത്തിൽ ഇടാൻ പറ്റും. പിഗ്മെൻറ്റേഷൻ എല്ലാം കവർ ആവുന്നതാണ്. സൂപ്പർബ് ലിപ്സ്റ്റിക് ആണ്. ഈസിലി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും കൊണ്ടുപോകാൻ പറ്റും. അതെല്ലാം നമുക്ക് ഡെയിലി യൂസിനും പറ്റിയിട്ടുള്ളതാണ്. ഓഫീസ് കോളേജിലൊക്കെ പറ്റുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സൂപ്പർബ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ പേറ്റന്റഡ് C-LOCK ടെക്നോളജി ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ത്രൂ ഔട്ട് ദി ഡേ നിൽക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യണത് ഒന്നാണ്. പിന്നെ ഇതിൽ നോക്കുകയാണെങ്കിൽ അവക്കാഡോ ഓയിൽ ഉണ്ട്. അതുകൊണ്ട് നല്ല ഹൈഡ്രേറ്റിംഗും ആണ് കേട്ടോ. എന്നുവെച്ചാൽ ഫുൾ ടൈം നിൽക്കും, മാറ്റ് ഫിനിഷാണ്, എന്നാലും ഒട്ടും തന്നെ അൺകംഫർട്ടബിൾ അല്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ടുള്ളതാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു മസ്റ്റ് ഹാവ് ആണ്. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഈ 5 ഷെയ്ഡ്സിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ആമസോൺ, നൈക്ക, പേർപ്പിൾ ഇതിലെല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ASVI15 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 15% ഓഫ് ഉണ്ട് കേട്ടോ. ഓൾറെഡി തന്നെ വില കുറവാണ്, 300-400 റേറ്റിനൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ 15% ഓഫും കൂടി വരുമ്പോൾ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടണതാണ്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ലിപ്സ്റ്റിക്സ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതാണ് കേട്ടോ കൊണ്ടുപോയത്. മലേഷ്യയിലേക്ക് പോയപ്പോൾ ഇത് തന്നെയാണ് മെയിനായിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എനിക്ക് റീഅപ്ലൈ ചെയ്യാനും നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്തത് ഔട്ട്ഫിറ്റ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ, ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ജീൻസ് തന്നെയാണ് കേട്ടോ ഇടുക. കാരണം അത്യാവശ്യം കനം ഉണ്ടാവുമല്ലോ ജീൻസിന്. അത് പിന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് പെട്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ കനാവുണ്ടല്ലോ വിചാരിച്ചിട്ട് കനമുള്ള സാധനം ഞാൻ എപ്പോഴും ഇട്ടു കേട്ടോ. അപ്പോൾ ജീൻസ് ഇത് ആമസോൺ എന്നുള്ള ജീൻസാണ്. നമ്മൾ ഈ അടുത്ത് ആമസോൺ ജീൻസ് ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജീൻസാണ് കേട്ടോ. 800 റുപ്പീസിൻ്റെ ആണ്. മിസ് ചേസ് ഡെനിംസ് ആണ് കേട്ടോ പേര്. ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടക്ക് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയും ചെയ്താലും മതി. അതും ഞാൻ പോകാൻ നേരത്തായപ്പോഴേക്കും എന്താണെന്നറിയില്ല, ഒന്നും കൂടി വണ്ണം കുറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ 2 ടക്ക് എക്സ്ട്രാ ഇട്ടു പോണതിന് തൊട്ട് മുമ്പായിട്ട്. കാരണം എനിക്ക് ഇത്തിരി ലൂസായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ജീൻസാണ് കേട്ടോ. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മസ്റ്റ് ഹാവ് ആണ്.
പിന്നെ ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇട്ട ഷർട്ടാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കുറേ നാൾ മുമ്പ്. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇത് ബാറ്റിക് കാർട്ട് എന്നാണ് ഈ ഒരു ഇൻസ്റ്റാ സ്റ്റോറിൻ്റെ പേര്. ഞാൻ അധികം കേട്ടിട്ടില്ല ഈ സ്റ്റോറ്. ഞാനിങ്ങനെ ഇൻസ്റ്റ ആഡ് കണ്ടപ്പോൾ അങ്ങ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2000 ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഈ ഷർട്ടിൻ്റെ വില. അന്ന് ഞാൻ മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ഇങ്ങനെ കസ്റ്റമൈസ്ഡ് പോലെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ യൂഷ്വലി കാണുന്ന തരത്തിലുള്ള ഔട്ട്ഫിറ്റ്സ് അല്ല ഇവരുടെ കയ്യിലുള്ളത്. കോട്ടൺ ഇങ്ങനെ ഈ ക്രോപ്പ് ടോപ്സും പാൻസും ഷോർട്ട്സും അങ്ങനെയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഷർട്ട്സൊക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിക്കണമെന്നില്ല. നമുക്ക് ഈ സാധാരണ ഹക്കൂബ ഇത് വരുമല്ലോ ഫാബ്രിക്, അത് വെച്ചിട്ട് തുന്നിയെടുത്താൽ മതി. ഈ ഷർട്ടിന് ബട്ടണൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഓപ്പൺ ജാക്കറ്റ് ആയിട്ടാണ് ഉള്ളത്. സൈസ് വന്നിട്ട് സ്മോൾ തന്നെയാണ് ഞാൻ മേടിച്ചത്. പക്ഷേ എനിക്ക് നല്ല ലൂസായിട്ടാണ് കിടക്കണം. പക്ഷേ അത് നല്ലതാണ്, നമുക്കിങ്ങനെ ജാക്കറ്റ്സ് ആയിട്ട് ഇടാനായിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. അത് ഞാൻ കുറേ തവണ റീയൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ട്രിപ്പിന് പോയപ്പോൾ. ഒന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. അടുത്തത് എഗെയിൻ ആ സെയിം ജീൻസിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ചെക്ക് ഇൻ ചെയ്ത ഹോട്ടലെന്ന് വെച്ചാൽ അവിടെ സ്ഥിരമായിട്ട് താമസിക്കാനല്ലായിരുന്നു, ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സാധനങ്ങളൊന്നും പുറത്തിട്ടില്ല. അപ്പോൾ ഇതേ ഈ ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് ഇത് മീഷോന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. 79 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷെ ഭയങ്കര നല്ലതാണ്. ഇതും അതേപോലെ തന്നെ ഈ ഷർട്ട്, ഇത് മൽഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോർ എന്നുള്ള ഷർട്ടാണ് കേട്ടോ. അത് അവർക്കും കുറച്ച് നല്ല കാഷ്വൽ വെയർസ് ഉണ്ട്, നല്ലതാണ്. കുറച്ച് ഡ്രസ്സസും ഒക്കെ ഉണ്ട് മൽഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോർ. ഇതിന് മുന്നേ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഹോൾ വീഡിയോ ഒക്കെ അവരുടേത് മേടിച്ച് ഞാൻ ഹോൾ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുമ്പ് മേടിച്ചതാണ്. ഇത് നമുക്ക് ഷർട്ട് ആസിച്ച് ആയിട്ട് ഇടാം. ഞാനതിപ്പോൾ ജാക്കറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഞാനിവിടെ ഇടാം കേട്ടോ, പിക്ചേഴ്സൊക്കെ ഇടാം. അതിൻ്റെ ഒപ്പം ഈ ഒരു തൊപ്പി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ആമസോണിൽ നിന്നുള്ള തൊപ്പിയാണ് കേട്ടോ. ഇത് ഈ ട്രിപ്പ് ഒട്ടുമിക്ക സമയത്തും ഈ ട്രിപ്പിൻ്റെ ഓരോ ഔട്ട്ഫിറ്റ്സിനൊപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ എന്നുള്ള രീതിക്ക് മാത്രമല്ല, നല്ല നട്ടപ്പുറ വെയിലായിരുന്നു അവിടെ. അപ്പോൾ ഈ തൊപ്പി ഉണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ തലയും ബോഡിയൊക്കെ കവർ ആയിക്കോളും. ആമസോണിന് മുന്നേ ഗോവയിലുണ്ടായിരുന്നപ്പോൾ മേടിച്ചതാണ്. നല്ലതായിട്ടത്. പിന്നെ അടുത്തത് ഇത് ഔട്ട് ടൗണി ഇന്ത്യയുടെ ആണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള ടോപ്പാണ്. ഇത് ഇങ്ങനൊരു ടോപ്പ്. ഇതിൻ്റെ പിങ്കും എൻ്റെ കയ്യിലുണ്ട്. ഇത് 300 റുപ്പീസിൻ്റെ ടോപ്പ്. ഇത് നമുക്ക് മൾട്ടി യൂസ് ചെയ്യാവുന്നതാണ്. പലതരത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, ഷോൾഡർ ആയിട്ട് ഇടാം. പിന്നെ ഈ ബ്ലാക്ക് പാൻസ്, ഈ പാൻസ് നമുക്ക് ആമസോൺ, മീഷോ ഇതിലൊക്കെ കിട്ടും. ഇതൊരു മസ്റ്റ് ഹാവ് പാൻസ് ആണ്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റും ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതും കൂടി പെയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ഒറ്റൊരു കളറിൽ നല്ല രസമാണ്. നമുക്കൊരു ബ്ലാക്ക് ഒരു ഹീൽസും കൂടി ഇടുകയാണെങ്കിൽ നല്ല ക്ലാസ് ലുക്കാണ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പോകുമ്പോൾ 7 കിലോയേ പാടുള്ളായിരുന്നു. പോകുമ്പോൾ തന്നെ എനിക്ക് ലഗേജ് കൂട്ടിയെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കത് എക്സ്ട്രാ പൈസ കൊടുക്കണ്ട, അതിന് വേർത്തല്ല. അപ്പോൾ ഞാൻ ഏറ്റവും കനം കുറഞ്ഞൊരു ചെരുപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, പറ്റിച്ചാൽ കേട് വരികയാണെങ്കിൽ അത് കളഞ്ഞിട്ട് പോരാന്നുള്ള ഉദ്ദേശത്തിലുള്ള ഒരു ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതൊരു വൈറ്റ് കളർ, പക്ഷെ അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇട്ട ചെരുപ്പ്. ഇതിൻ്റെ കൂടെ അത്ര ചേരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ കയ്യിലൊരു ബ്ലാക്ക് ഹീൽസൊക്കെ ഉണ്ടെങ്കിൽ, പംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. കംഫർട്ടബിളും ആണ്, നല്ല ലുക്കും ആണ്. ഇതാണ് നമ്മൾ ട്വിൻ ടവർ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അടുത്തത് അവിടെ ഇൻഫിനിറ്റി പൂൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഒരു ബിക്കിനി എടുക്കാം, ബിക്കിനി വെച്ചാൽ ബിക്കിനി എന്നൊക്കെ സ്വിം സ്യൂട്ട് എടുക്കാൻ വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കേട്ടോ. ഇത് ബ്ലിസ് ക്ലബിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ബ്രാ, അതേപോലെ തന്നെ ഷോർട്ട്സ് രണ്ടും അറ്റാച്ച്ഡ് ആണ്. പിന്നെ എനിക്കാണെങ്കിൽ വയറ് കാണിക്കുന്ന സ്വിം സ്യൂട്ട്സ് ഒന്നും അത്ര ഇഷ്ടമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വയറ് അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കത് ഇഷ്ടം തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് അടിവയറിൽ ഭയങ്കര സാഗി സ്കിന്നാണ്, നിറയെ സ്ട്രെച്ച് മാർക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും അത് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഡ്രസ്സസ്സാണ് എപ്പോഴും ഇടാറുള്ളത്. അപ്പോൾ സ്വിം സ്യൂട്ട് ഇങ്ങനത്തെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കാലാണ് കാണുക, അതുപോലെ തന്നെ ഇത് റേസർ ബാക്കാണ് വരുന്നത്, ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കൊരു സ്വിം സ്യൂട്ട് വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇതെനിക്ക് തോന്നുന്നു സ്വിം സ്യൂട്ടിൽ ഇപ്പോൾ മോഡസ്റ്റ് വെയർ ആയിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയം. കാരണം ഫുൾ കവർ ചെയ്യുന്ന സ്വിം സ്യൂട്ട്സും വരുന്നുണ്ട്. അതെല്ലാം നമുക്കിങ്ങനെ അധികം വയറ് കാണിക്കുന്നതൊക്കെ ഇഷ്ടമല്ല. നമുക്ക് സാഗി ആയിട്ടുള്ള സ്കിന്നുണ്ട്, അതൊന്ന് ഹൈഡ് ചെയ്യണം അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് വയറുണ്ട് അങ്ങനെയൊക്കെ അത് ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല സ്വിം സ്യൂട്ടാണ്. ഇത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇത് ഞാൻ വന്ന ഉടനെ തന്നെ കഴുകി അങ്ങനെ ഇട്ടു.
കാരണം അവിടെ വാഷിംഗ് മെഷീനും ഉണ്ടായിരുന്നു. നല്ല സ്യൂട്ടാട്ടോ. ഇത് 2000 രൂപയുണ്ട്, പക്ഷെ വേർത്താണ്. കാരണം പക്ഷെ ഫിറ്റിംഗ് അടിപൊളിയാണ്. പിന്നെ നമുക്ക് വേറെ എക്സ്ട്രാ ബ്രാ ഷോർട്സ് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കംഫർട്ടബിളും ആണ്. എനിക്കെല്ലാം കൊണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ കയറാം കേട്ടോ. അതായത് ഇങ്ങനെ തുറന്നിട്ട് കാലുള്ളിൽ കൂടെ ഇട്ടിട്ട് വേണം ഇടാനായിട്ട്. വേറൊരു വെബ്സൈറ്റിൽ ഞാൻ കണ്ടു കേട്ടോ അങ്ങനെ 2 പീസ് ആയിട്ടുള്ളത്. അത് പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പം ആസച്ച് ഇത് അടിപൊളിയാണ്. അപ്പോൾ ഈ വൈറ്റ് ഷർട്ട് മേടിച്ചു എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാ സ്റ്റോറില്ലേ, അവിടെ നിന്ന് തന്നെ ഞാനൊരു ഔട്ട്ഫിറ്റും കൂടി മുന്നേ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാറ്റിക് കാർട്ട് എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്. നല്ല കോട്ടൺ പാൻസ് ആണ് ഇത്. പോക്കറ്റ് ഉണ്ട്, ഒരു സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇലാസ്റ്റിക്കൊക്കെ ആയിട്ട് നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി ടോപ്പാണ്. എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് വരിക. ഇതാ ഇങ്ങനെ വരും. ശരിക്കും ഇതൊരു ബ്രാലെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് പിന്നിലിങ്ങനെ കെട്ടണം, അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞത് നല്ല ബീച്ച് വെയറും കൂടിയാണ് കേട്ടോ. ഇതും ഷോർട്ട്സും കൂടി ഇടുകയാണെങ്കിൽ നല്ലൊരു ബീച്ച് വെയർ ആണ്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സാരി ബ്ലൗസായിട്ട് യൂസ് ചെയ്യാതെ വേണമെങ്കിൽ. പിന്നെ അതിൻ്റെ ഒപ്പം ഈ ഷർട്ട്, ഇത് 3 കൂടി ഒരുമിച്ചാണോ ഞാൻ മേടിച്ചത്? അങ്ങനെ എന്തോ ആണ് കേട്ടോ ഞാൻ മേടിച്ചത്. മുന്നേ മേടിച്ച് വെച്ചത്, എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോൾ ഇടാലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഫുൾ ട്രിപ്പിലും ഇത് 3 കൂടി ഒരുമിച്ചാണ് യൂസ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ ഷർട്ടില്ലാണ്ട് ഇത് രണ്ടും മാത്രമായിട്ടും വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഓപ്പൺ ബാക്കൊക്കെ ആയിട്ട് നല്ല സെക്സി ലുക്കാണ്. അയ്യോ, ഞാനിത് ഷോർട്സിൽ ലൈക്ക് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് അടുത്ത് ഇങ്ങനെ അയ്യോ നിങ്ങൾ എക്സ്പോസ് ചെയ്ത് തുടങ്ങി, ഇവിടെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമൻറ്റ് കണ്ടു. ഇവിടെ ഇടാത്തത്, ഇവിടെ നമ്മൾ അങ്ങനത്തെ ഒരു രീതി അല്ലാത്തതുകൊണ്ട്, അങ്ങനെ അത്ര കംഫർട്ടബിളും അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ പോയത് മലേഷ്യയല്ല, അവിടെ എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് താനും. തൃശ്ശൂർ ഇപ്പം ഇതിട്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നടക്കാത്തത്. പക്ഷെ ഞാൻ ഗോവയിലായിരുന്നപ്പോൾ ബീച്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടും ഉണ്ട് കേട്ടോ. അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ പോയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസും ഒന്നും എടുത്തിരുന്നില്ലല്ലോ അന്ന്. അങ്ങനെയൊന്നും. ഇപ്പോൾ മലേഷ്യയിൽ പോയപ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോസും എടുത്തു. എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട് കേട്ടോ. ഫുൾ കവേർഡായിട്ട് ഉള്ള ആളുകളും ഉണ്ട്, അല്ലാണ്ട് ഓപ്പൺ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടി കുട്ടി ഡ്രസ്സ് ഇടുന്ന ആളുകളും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ വേണം താനും. രണ്ടിനെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഡ്രസ്സ് കുറവിടാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതും ഒരാളുടെ ചോയ്സാണ്. ഫുള്ളി കവേർഡ് ആവണമെങ്കിൽ അതും ഒരാളുടെ ചോയ്സാണ്. ഇത് രണ്ട് ചെയ്യുന്നവരും തമ്മിലൊരു കമ്പാരിസൻ്റെ ആവശ്യമുണ്ടെന്നേ തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പക്ഷെ പ്രതീക്ഷിച്ചിരുന്നു കമൻസ്. പക്ഷെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതേപോലെ ഞാൻ ഇമ്മക്കുട്ടിയെ കൊണ്ടുപോകാണ്ടാണ് ട്രിപ്പിനും പോയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴും എനിക്കറിയായിരുന്നു എന്തായാലും വെച്ചാൽ അതിന് ചുറ്റിപ്പറ്റി എന്തായാലും ഒരു ചർച്ച ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ഫൈൻ. എല്ലാവർക്കും അവരുടേതായ ടേക്ക് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോന്ന് ഇടുമ്പോൾ ഞാനത് ഇത്രയും കാലമാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ആൾക്കാർ സംസാരിക്കും. നമുക്ക് കൺവേ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൺവേ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ കുറേ പേര് സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, നമ്മൾ പൊതുവെ തന്നെ ഈ അമ്മമാരെ ജഡ്ജ് ചെയ്യുന്നതൊന്ന് കുറച്ചാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എൻ്റെ കാര്യം സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വേറെ സ്ഥലത്താണ്. വൺസ് ഇൻ 2 വീക്കോ അല്ലെങ്കിൽ വൺസ് ഇൻ 3 വീക്കൊക്കെയാണ് ആൾ വരിക. പക്ഷേ അത് പൊതുവെ ആരും ഇതുവരെ എന്തെങ്കിലും പറയുമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ വർക്കിന് വേണ്ടിയിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ട്രിപ്പിന് എൻ്റേതായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 4 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അയ്യോ പൊട്ട അമ്മയാണ്, ചീത്ത അമ്മയാണ്, സ്വന്തം കുട്ടി ഇട്ടിട്ട് പോയി. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയില്ലേ, നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എത്ര മനസ്സിലാക്കുന്നു, നമ്മുടെ കുഞ്ഞ് ഒരാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് ഫുൾ ടൈം കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ ചെയ്യാത്ത അമ്മമാരുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഔട്ട്ഫിറ്റിൻ്റെ കാര്യമായിരുന്നു. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനത്തെ ഔട്ട്ഫിറ്റ് വേണമെങ്കിലും ഇടാം കേട്ടോ. നമുക്കൊരു ഇത് തോന്നില്ല ഒരു തരത്തിലും അയ്യോ അൺകംഫർട്ടബിൾ ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ആരും അങ്ങനെ സ്റ്റെയർ ചെയ്യുന്ന പോലെയോ അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ആ രീതിക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അടുത്തതുണ്ടല്ലോ, ആ സെയിം ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് തന്നെ ഞാൻ മുന്നേ മേടിച്ചിട്ടുള്ളതാണ് ഈ ടോപ്പ്. ഇതിങ്ങനെ ബാക്കിൽ ടൈ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് വണ്ണം കുറവായതുകൊണ്ട് ബാക്കിൽ ഒരുപാടുണ്ടാവും ടൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് ടൈ ചെയ്യുകയാണ് ചെയ്തത്. ഇത് പാഡഡ് ആണ് കേട്ടോ. പക്ഷേ ഞാൻ സ്റ്റിക്ക് ഓൺ ബ്രാ ഇട്ടിട്ടുണ്ടായിരുന്നു.
നമുക്ക് ചിലപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ടുള്ള ബസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഈ പാഡഡ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ബ്രാ വയ്ക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ചിലപ്പോൾ തോന്നും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിപ്പിൾ കവർ മാത്രം വെച്ചാലും മതിയാവും കേട്ടോ. എനിക്ക് പിന്നെ അങ്ങനെ അധികം ഇല്ലാത്തതാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ബ്രായും അതേപോലെ തന്നെ ഇതും കൂടി ഒരുമിച്ച് ഇടുകയാണ് ചെയ്തത്. അത് പാൻസിനൊപ്പം തന്നെ പെയർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്നോ രണ്ടോ ബേസിക് ഐറ്റം എടുത്തിട്ട് അതിനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഷർട്ട് ആണെങ്കിലും ഞാൻ 2-3 തവണ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പാൻസ് ആണെങ്കിലും 2-3 തവണ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ജീൻസ് ആണെങ്കിലും അതെ 3 തവണയെങ്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഷോർട്സ് ഉണ്ടല്ലോ നമ്മൾ തൃശ്ശൂർ ടൗണിൽ വിസിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോർ ഉണ്ട്. അവിടെ എങ്ങനെയാ വെച്ചാൽ 1 കിലോ തുണിക്ക് 888 രൂപയാണ് അങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ വെറുതെ പോയി നോക്കിയപ്പോൾ 2 ഷോർട്സ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. 2 ഷോർട്സിനും കൂടിയിട്ട് 310 അങ്ങനെ എന്തോ രൂപയാണത്. അതായത് ഒരു ഷോർട്സിന് 150-160 ആ ഒരു റേറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ ഫുള്ള് കയറിയതാട്ടോ. കാരണം ഈ ഷോർട്സിന് അധികം വെയിറ്റ് ഇല്ലല്ലോ അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധ ഷോർട്സ് എല്ലാം എനിക്ക് ഭയങ്കര ലൂസാണ്. ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ബാക്കിൽ ഇലാസ്റ്റിക് ആയതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ഫിറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 2 ഷോർട്സ് മേടിച്ചു. അവന് വൈറ്റും ഒരെണ്ണതും. വൈറ്റിൽ പക്ഷെ ചെറിയ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴുകിയിട്ട് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ മാറ്റി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അത് ഇവിടെ വേണമെങ്കിൽ തൃശ്ശൂർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഉണ്ട് അവിടെ നമ്മുടെ ഈ ഇങ്ങനെ കാഷ്വൽ വെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് വലിയ വലിയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നല്ലോണം തപ്പിയെടുക്കണം, കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് പറ്റിയത് നോക്കിയെടുക്കണം. അതല്ലാണ്ട് ഈ തുണിക്കടയിലൊക്കെ പെട്ടെന്ന് നമുക്ക് പറ്റിയത് കിട്ടി നമ്മൾ മേടിച്ചിട്ട് വരാം അങ്ങനെ ഒരു ഇത് അത്ര നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ ഷർട്ട് പെയർ ചെയ്തുല്ലോ ഒരു ദിവസം. അതിന് ശേഷം ഞാൻ പെയർ ചെയ്തത് ഇത് വന്നിട്ട് എവിടെ നിന്നാണ് മേടിച്ചത്, ഓർബനിക്കെന്നാണ് കേട്ടോ. അതെ, ഓർബനിക്കെന്ന് എനിക്ക് തോന്നുന്നു 800 റുപ്പീസ് ഒക്കെ ഉണ്ട് ഈ ഒരു ടീഷർട്ട്. നല്ലതാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു പാറ്റേണും ഫിറ്റിങ്ങും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു നല്ലൊരു ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോർട്സിനൊപ്പം ഞാൻ 2 ദിവസത്തെ ഔട്ട്ഫിറ്റ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം ഞാൻ ജീൻസിൻ്റെ ഒപ്പം എന്താ കണ്ടത്, ഇവിടെ ഞാൻ കാണിക്കും ഒരു യെല്ലോ ടോപ്പ്. അത് ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. അതിന് എത്രയായിരുന്നു, എത്ര റിങ്കറ്റായിരുന്നു അതിന്, 20 റിങ്കറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു, വില കുറവായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ടോപ്പ്. അത് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പം ഇത്രയും ഔട്ട്ഫിറ്റ്സാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തത്. അത് കൂടാണ്ട് 2-3 ക്രോപ്പ് ടോപ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതാ ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ് ഇതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഹോട്ടലിൽ നിൽക്കുമ്പോൾ ഇട്ടിരുന്നത്. നല്ല കംഫർട്ടബിളാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കാഷ്വൽ പാൻസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാൻറ്റും ആ ചെരുപ്പും ഞാൻ അവിടെ കളഞ്ഞിട്ടാണ് വന്നത്. പാൻറ്റ് നല്ലോണം മുഷിഞ്ഞ പാൻറ്റായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ചെരുപ്പും അതെ, ചെരുപ്പും നല്ലോണം യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും ഞാൻ അവിടെ കളഞ്ഞിട്ടാണ് വന്നത്. കാരണം തിരിച്ചു വരുമ്പോൾ കുറച്ചധികം ലഗേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ഒന്നും എനിക്ക് ഒഴിവാക്കിയേ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഒഴിവാക്കിയിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, തിരിച്ചു വരുമ്പോൾ എനിക്ക് എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. കുറച്ച് ബാഗും അതേപോലെ തന്നെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പും ഇമ്മക്കുട്ടിക്കുള്ള കുറേ ഗിഫ്റ്റും മേടിനുള്ളതും വീട്ടിലേക്ക് പാലക്കാട് കൊടുക്കാനും ഒക്കെ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി കുത്തി നിറച്ചിട്ടും കുഴപ്പമില്ലാണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഈ ബാഗാണ് കേട്ടോ കുറേ പേര് ചോദിച്ചാൽ ഓർബനിക് എന്നുള്ളതാണിത്. ഇതും ഒരു ഞാൻ മേടിക്കുന്ന സമയത്ത് 700 റുപ്പീസ് ആയിരുന്നു കേട്ടോ. ഇത് അതിലും കുറവറ്റായിരുന്നു, 600-700 റുപ്പീസാണ്. ഇപ്പോൾ പക്ഷേ 1000 റുപ്പീസിനായിട്ട് നല്ല ബാഗാണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി അവിടെ മലേഷ്യയിലും കുറേ ഉണ്ടായിരുന്നു, പല പല കളേഴ്സിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുറച്ചുകൂടി വിലയുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലതാണ്, നമുക്ക് കാഷ്വലിയൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാ ഈ ബാഗ്. അപ്പോൾ ഈ ബാഗിലാണ് ഞാൻ മേക്കപ്പ് എല്ലാം ഇട്ടിട്ട് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ബാഗിനകത്ത് ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ. കാരണം പോകുമ്പോൾ ഞാൻ വേറൊരു വലിയ ബാഗാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ 2 ബാഗ് മാറി മാറി കൊണ്ടുപോയിട്ടോ. ഇതും അവനിക്ക് തന്നെയുള്ളതാണ്. ഇതൊരു 500 റുപ്പീസിൻ്റെ ഒറ്റയാണ് കേട്ടോ. ചെറിയൊരു ബാഗാണ്. അപ്പോൾ ഇതും ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ബാഗാണ് കേട്ടോ. പിന്നെ ചെരുപ്പ് വേറൊരു മെയിനായിട്ട് ഞാനിവിടെ ഫോട്ടോ കാണിക്കാം. ഇത് HRXൻ്റെയാണ് കേട്ടോ, ഹൃതിക് റോഷൻ്റെ ബ്രാൻഡിൻ്റെയാണ്. മിന്ത്രയിൽ ഇപ്പോഴാണെങ്കിലും മിന്ത്രയിൽ നിന്ന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ മേടിക്കുന്ന സമയത്ത് എന്തോ 700 റുപ്പീസ് ഒറ്റയാണ് ഈ സ്നീക്കേഴ്സിന്. ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചെറുതായിട്ട് ലൂസാണ് എനിക്ക്. എൻ്റെ സൈസ് 5 UK അത് വിചാരിച്ചാൽ മേടിച്ചത്. പക്ഷേ അത് വേണ്ടായിരുന്നു, എനിക്ക് 3 UK മതിയായിരുന്നു മിന്ത്രയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ. അതെനിക്ക് അത്ര ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ
അപ്പോൾ ഇത് നല്ല ഷൂസ്, അത് വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ആക്സസറീസ് പറയാം, മിനിമം ആക്സസറീസ് മാത്രമേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടുള്ളത് എഡോ ബൈ പ്രിയങ്ക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ ആ ഫോട്ടോ. ഇതിൽ ഇൻഫിനിറ്റി ഇതുള്ളതുണ്ടല്ലോ, മാല ഇൻഫിനിറ്റിയുടെ ഇതുള്ളത്, അത് എഡോ ബൈ പ്രിയങ്ക എന്നുള്ളതാണ്. പിന്നെ എവിടെ ഇതും അതെ, ഒരു ബ്ലൂ പെൻറ്റൻ്റ് ആയിട്ടുള്ളതുണ്ട്. ഇതൊക്കെ എഡോ ബൈ പ്രിയങ്ക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ കൊണ്ടുപോയത് ഇതാണ് കേട്ടോ. ഇത് മീഷോന്ന് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റായിട്ട് കിട്ടണതാണ്. ഇത്ര മാത്രമേ ആക്സസറീസ് ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് മതി. ഇതിലാകുമ്പോൾ അത്യാവശ്യം ഹൂപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മാലയാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള 2 മാല കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കുറച്ച് എടുത്തുള്ളൂടാ, പക്ഷെ നമുക്കിങ്ങനെ സ്റ്റൈൽ ചെയ്യാനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇത്ര തന്നെ മതി, നമുക്ക് മാറ്റി മറിച്ചൊക്കെ ഇടാൻ പാകത്തിനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഏത് ഔട്ട്ഫിറ്റ് ആയിട്ടും ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയും. എന്തെങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാത്തുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിപ്പോൾ അത് കമൻ്റ് ആയിട്ടാണെങ്കിൽ ലിങ്ക് ഇടാം. അപ്പം അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.